നമ്മളിന്നൊരു യാത്രയല്ല, ഒരു സ്ഥലമല്ല, ഒരു സാഹസിക യാത്ര നടത്തിയ ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഹിമാലയൻ സാഹസികതയിൽ 4800 മീറ്റർ താണ്ടി ചേർത്തലയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി അന്ന മേരി. സ്പോർട്സും സാഹസികതയും ഇഷ്ടപ്പെടുന്ന അന്ന മേരി ഹിമാലയൻ യാത്രയിലൂടെ യുവതലമുറയ്ക്ക് ഒരു സന്ദേശവും നൽകുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് മയക്കുമരുന്നിന് അടിമകളാകാതെ യുവതലമുറ സ്പോർട്സിൽ ശ്രദ്ധിക്കാനാണ് അന്ന മേരി പറയുന്നത്. ശരീരവും മനസ്സും ഒരുപോലെ പാകപ്പെടുത്തി നടത്തിയ ഹിമാലയൻ യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ 8ാം ക്ലാസ്സുകാരി. ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അന്ന മേരി. ജൂൺ 20-നായിരുന്നു അന്ന മേരിയുടെ ഹിമാലയൻ യാത്ര. ഹിമാലയ പർവ്വതത്തിൽ 4800 മീറ്റർ ഉയരം താണ്ടി 500 മീറ്റർ കൂടി കയറിയിരുന്നെങ്കിൽ ലക്ഷ്യസ്ഥാനമായിരുന്ന ഫ്രണ്ട്ഷിപ്പ് പീക്കിന് മുകളിൽ എത്താമായിരുന്നു. എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 13-അംഗ സംഘത്തോടൊപ്പമായിരുന്നു അന്നയുടെ യാത്ര. ഹിമാലയത്തിന്റെ താഴ്വരയായ സോളക് വാലിയിലാണ് ഇവർ ഒത്തുചേർന്നത്. തുടർന്ന് ദുണ്ടിയിൽ നിന്ന് ഹിമാലയം കയറാൻ തുടങ്ങി. ഞങ്ങള് ദുണ്ടിയിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ദുണ്ടിയിൽ നിന്ന് ഞങ്ങൾ ലുഹാലയിലേക്ക് പോയി. അവിടെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ ക്യാമ്പ്. ഞങ്ങളുടെ ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയപ്പം ഞങ്ങൾ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ നല്ല സ്റ്റീപ്പായിരുന്നു. കൂട്ടത്തിൽ തന്നെ മഴ പെയ്ത് ഭയങ്കര ചെളിഞ്ഞായിട്ടൊക്കെ കിടക്കുമായിരുന്നു. 6 ദിവസം തുടർച്ചയായി മല കയറി. യാത്രക്കിടെ രാത്രികളിൽ ടെന്റുകളിൽ വിശ്രമിച്ചു. ലഘുഭക്ഷണങ്ങൾ കരുതിയിരുന്നു. ജലാംശം നിലനിർത്താൻ മഞ്ഞുരുകിയ വെള്ളം കുടിച്ചായിരുന്നു യാത്ര. 6 ദിവസം കൊണ്ട് 4800 മീറ്റർ പിന്നിട്ടു. ഫ്രണ്ട്ഷിപ്പ് പീക്കിന്റെ കൊടുമുടിയിലെത്താനാണ് ദൗത്യം ലക്ഷ്യമിട്ടതെങ്കിലും ശാരീരിക വെല്ലുവിളികൾ കാരണം ലക്ഷ്യത്തിൽ നിന്ന് 500 മീറ്റർ അകലെ ടീം യാത്ര അവസാനിപ്പിച്ചു. ഞങ്ങളൊരു 4700 മീറ്റേഴ്സ് ഒക്കെ വരാൻ ഞങ്ങൾ ഹൈറ്റിൽ ചെന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു തലവേദനയൊക്കെ പോലെ തോന്നി. അങ്ങനെയായപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, എന്നാൽ പിന്നെ റിസ്ക് എടുക്കേണ്ട, നമുക്ക് തിരിച്ചു പോരാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ 4800 മീറ്റേഴ്സ് ഹൈറ്റിൽ ചെന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. കയറാനായിട്ട് 4 ദിവസം എടുത്തു. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ഇറങ്ങി തീർത്തു. സാഹസിക യാത്രകളും സ്പോർട്സുമാണ് അന്ന മേരിയുടെ ഇഷ്ട വിനോദങ്ങൾ. ഒപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും ഏറെ പ്രിയമാണ്. മയക്കുമരുന്ന് ഉപയോഗം യുവതലമുറയെ നശിപ്പിക്കുന്ന ഇക്കാലത്ത് സ്പോർട്സിലും സാഹസികതയിലും ശ്രദ്ധിക്കാനാണ് യുവതലമുറയോട് ഈ 8ാം ക്ലാസ്സുകാരിക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫിസിക്കലിയും മെന്റലിയും നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ക്ലൈംബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്കപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഗെറ്റ് അഡിക്റ്റഡ് ടു സ്പോർട്സ്, നോട്ട് ടു ഡ്രഗ്സ്. ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ ഉയരം കൂടിയ പർവ്വതനിരയായ കിളിമഞ്ചാരോ കീഴടക്കുകയാണ് അന്ന മേരിയുടെ അടുത്ത ലക്ഷ്യം. അതിനായി പ്രത്യേക പരിശീലനത്തിന് തയ്യാറെടുക്കുകയാണ് അന്ന. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം, ആലപ്പുഴ.